ഏതു നഷ്ടവും നഷ്ടമാണ്. വീണ്ടെടുക്കാൻ പറ്റാത്ത നഷ്ടത്തെപ്പറ്റി കൂടുതലായി വിലപിച്ചുകൊണ്ടിരുന്നാൽ അത് നമ്മുടെ മനസ്സിനെ തളർത്തുകയും ഡേ ടു ഡേ ലൈഫിലെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുകയും ചെയ്യും. അങ്ങനെ നമ്മൾ അതൃപ്തരും നിരാശരുമായി മാറാൻ സാധ്യതയുണ്ട്. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട ഒരു കഥ പറയാം. ഒരു കുഞ്ഞു കിളി, ഒരു ബേർഡ് ഒരു മരത്തിൽ വന്നിരുന്നു. ആ മരത്തിലാകട്ടെ പൂക്കൾ കൊണ്ടത് നിറഞ്ഞിരിക്കുകയായിരുന്നു. കിളിക്ക് സന്തോഷം തോന്നി. കിളി മരത്തോട് പറഞ്ഞു, എന്ത് ഭംഗിയുണ്ട് നിന്നെ കാണാൻ, നീ എന്ത് ബ്ലെസ്ഡ് ആണ്, നിറച്ചും പൂക്കൾ. അപ്പോൾ കിളിയെ അതിശയിപ്പിച്ചുകൊണ്ട് മരം പറയുകയാണ്, നീ താഴോട്ടൊന്ന് നോക്കിക്കേ, എന്ത് പൂക്കളാണ് കൊഴിഞ്ഞു കിടക്കുന്നത്. കുറച്ചു മുൻപേ ഇവിടെ ഭയങ്കര കാറ്റും മഴയുമായിരുന്നു. ആ കാറ്റുകൊണ്ട് എൻ്റെ കുറേ പൂക്കൾ കൊഴിഞ്ഞു പോയിരിക്കുന്നു. കൊച്ചു കിളി മരത്തോട് പറഞ്ഞു, നീ എന്തിനാണ് താഴേക്ക് നോക്കി പോയ പൂക്കളെക്കുറിച്ച് വിലപിക്കുന്നത്? പോയതൊക്കെ പോയി, തിരികെ ലഭിക്കുകയില്ലല്ലോ. നീ നിന്നിലേക്ക് നോക്കൂ, താഴെ പോയതിൻ്റെ 10 മടങ്ങ് പൂക്കളാണ് ഇപ്പോഴും നിന്നിൽ വിരിഞ്ഞു നിൽക്കുന്നത്. അതിൽ നീ സന്തോഷം കണ്ടെത്തൂ. തീർച്ചയായും നഷ്ടങ്ങൾ നമുക്ക് വേദന ഉളവാക്കുന്നതാണ്. ഞാൻ ഈ വീഡിയോയുടെ ആദ്യം പറഞ്ഞതുപോലെ ഏത് നഷ്ടവും നഷ്ടമാണ്. വീണ്ടെടുക്കാൻ പറ്റാത്ത നഷ്ടത്തെപ്പറ്റി കൂടുതലായി വിലപിച്ചുകൊണ്ടിരുന്നാൽ അത് നമ്മുടെ മനസ്സിനെ തളർത്തുകയും ഡേ ടു ഡേ ലൈഫിലെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുകയും ചെയ്യും. നഷ്ടപ്പെട്ടതിലേക്കല്ല, അവനവനിൽ ഇപ്പോൾ എന്തുണ്ട്, എന്ത് കഴിവുണ്ട്, എന്ത് സാധ്യതയുണ്ട് എന്ന് ചിന്തിച്ച് ജീവിക്കാൻ പഠിച്ചാൽ, സാധ്യതകൾ മനസ്സിലാക്കി ജീവിക്കാൻ പഠിച്ചാൽ ജീവിതം ഹാപ്പിയാകും, നാം തൃപ്തരാകും. താങ്ക് യു.